Allahu 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 Allah Allah. Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. Darsul Mishkat ഭാഗം 14 കിതാബുൽ ഇഖാഖ ഹദീസ് നമ്പർ 55. وعن علي رضي الله عنه قال قال صلى الله عليه وسلم إذا لم يبارك للعبد جعله في الماء والطين. رواه البيهقي في شعب الإيمان. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ലം യുബാരിക് ലിൽ അബ്ദി, ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ബർക്കത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ പ്രീതിയിലല്ലാതെ അവൻ അതിനെ ചെലവഴിച്ചു കൊണ്ടിരിക്കും എന്ന്. ജഅലഹു, അതിനെ അവനാക്കും. ഒരു സമ്പത്തിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ജഅലഹു, അവൻ അവന്റെ മുതലിനെ ചെലവഴിക്കും, നഷ്ടപ്പെടുത്തും. ഫിൽ മാഇ വത്തീൻ, മണ്ണിലും വെള്ളത്തിലുമായിട്ട് എന്ന് പറഞ്ഞാൽ ദുന്യാവിനെ പരിപാലിക്കുന്നതിലായിട്ട്, ദുന്യാവിന്റെ കാര്യത്തിന് വേണ്ടി, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലും ആഖിറത്തിലേക്ക് ഗുണം കിട്ടുന്ന മാർഗത്തിലും അവൻ അതിനെ ചെലവഴിക്കുകയില്ല. അതിന് അല്ലാഹുവിന്റെ ബറക്കത്തുള്ള ധനം കിട്ടണം, അപ്പോഴാണ് അതിന് തോന്നുകയുള്ളൂ എന്നാണ് ഹദീസിന്റെ സൂചന. 56-ാമത്തെ ഹദീസ്. وعن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم قال اتقوا الحرام في البنيان فإنه أساس الخراب. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖുൽ ഹറാം, ഹറാമിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫിൽ ബുന്യാൻ, കെട്ടിടങ്ങൾ, വീടുകൾ നിർമ്മിക്കുന്നതിൽ. അപ്പൊ ലോൺ എടുത്തുകൊണ്ട് വീട് നിർമ്മിക്കരുത്, അത് ഹറാമിന്റെ മാർഗമാണ്. അതുപോലെ ഹറാമായ സമ്പത്ത് കൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കരുത്. ഹറാമായ മുതൽ കൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നത് അസാസുൽ ഖറാബ്, അവന്റെ ദീൻ നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ പെട്ടതാകുന്നു എന്നാണ് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഖറാബ് എന്ന് പറഞ്ഞാല് ഖറാബായി പോവുക, നശിച്ചു പോവുക, അതിന്റെ അടിത്തറയാണ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം അത് അവന്റെ ദീന് നശിച്ചു പോവാനുള്ള കാരണമാകും എന്നാണ്. റവാഹുൽ ബൈഹഖി. 57-ാമത്തെ ഹദീസ്. وعن عائشة رضي الله عنها عن رسول الله صلى الله عليه وسلم قال الدنيا دار من لا دار له ومال من لا مال له ولها يجمع من لا عقل له. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദുന്യാ, ദുന്യാവാകുന്നത്, ദാറുമൻ ലാ ദാറ ലഹു, ഒരു വീടില്ലാത്തവന്റെ വീടാണ് ദുന്യാവ്. വമാലു മൻ ലാ മാല ലഹു, ധനമില്ലാത്തവന്റെ ധനവുമാണ് ദുന്യാവ്.
യഥാർത്ഥമായ ധനവും വീടുമില്ലാത്തവന്റെ. വലഹാ ദുന്യാവിനെ ഒരുമിച്ച് കൂട്ടുക. മൻ ലാ അഖ്ല ലഹു, ബുദ്ധിയില്ലാത്തവരാണ് അതിനെ ഒരുമിച്ച് കൂട്ടുക. അതായത് ദീനിനെ മനസ്സിലാക്കാൻ പറ്റുന്നതായ ബുദ്ധി. ഒരു മനുഷ്യനല്ല എന്ന് പറയില്ല. അഖ്ല ലഹു എന്നത് പറഞ്ഞത് കൊണ്ട് ഒരു ദീൻ മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധി അവന്റെ അരികയില്ല എന്നാണ്. തീരെ ബുദ്ധി ഇല്ല എന്നല്ല, ബുദ്ധി ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് ഉപകാരമില്ല. ഇന്നാലിന്ന ആളൊരു മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ ആ രീതിയിലുള്ള മനുഷ്യനല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെയാണ് ഇവിടെ മല്ല അഖ്ലഹു, അതിനെ ബുദ്ധിയില്ലാത്തവനാണ് ഒരുമിച്ച് കൂട്ടുക. 58ാമത്തെ ഹദീസ്. وعن حذيفة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول في خطبته الخمر جماع الإثم والنساء حبائل الشيطان وحب الدنيا رأس كل خطيئة. അൽ ഖംറു, മദ്യം എന്നത് ജിമാഉൽ ഇസ്മി, മദ്യം എല്ലാ ദോഷത്തിന്റെയും സമാഹാരമാണ്. എല്ലാ ദോഷത്തിന്റെയും സമാഹാരമാണ് മദ്യം. എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു മൂല കാരണമാണ് മദ്യം എന്നത്. മദ്യം കുടിച്ചൊരു വ്യക്തി അവൻ ചെയ്യാൻ പറ്റാത്ത, അതിന്റെ മുമ്പ് വിസമ്മതിച്ച അനേകം തെറ്റുകൾ ചെയ്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും ഒക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. സ്ത്രീകള് ഹബായിലു ശൈത്താൻ, ഹബായിലി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈത്താന്റെ കെണിവലകളാണ് എന്നാണ്. ഇവിടെ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം മനുഷ്യനെ ആകർഷിക്കാൻ ശൈത്താൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നിസാ, സ്ത്രീകൾ എന്നാണ്. അതാർക്കും മനസ്സിലാക്കാവുന്നതാണ്. എവിടെ മയക്കുമരുന്ന് പിടിക്കപ്പെടുമ്പോഴും ഒക്കെ കൂട്ടത്തില് ഒന്നോ രണ്ടോ ഉണ്ടാകും. അത് എന്തിനു വേണ്ടി? ജനങ്ങളിലേക്ക് അത് എത്തിക്കണമെങ്കിൽ ഇവരുടെ സഹായം ആവശ്യമാണ്. അതൊരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ ദുനിയാവിനെ സ്നേഹിക്കുക അമിതമായി, തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനേക്കാൾ ദുനിയാവിനോട് സ്നേഹമുണ്ടാവുക എന്നത് റസുകുല്ലി ഖതീഅത്തിൻ, എല്ലാ ദോഷങ്ങളുടെയും ഹെഡാണ്, അതിന്റെ തലയാണ് ദുനിയാവിനെ സ്നേഹിക്കുക. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, അഖിറുൻ നിസാഅ ഹൈസു അഖറഹുന്നല്ലാഹ്, സ്ത്രീകളെ നിങ്ങൾ പിന്തിപ്പിക്കുക അല്ലാഹു അവരെ പിന്തിപ്പിച്ച സ്ഥലത്ത് എന്നാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അഹ്സാബ് സൂറത്തിൽ സ്ത്രീകളുടെ നിവേദക സംഘം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. ഖുർആനിൽ പല സ്ഥലത്തും പുരുഷന്മാരെ പറ്റി പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ച് ഒരിടത്തും പ്രതിപാദിക്കുന്നില്ല. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, അഹ്സാബ് സൂറത്തിലെ 35ാമത്തെ ആയത്ത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات.
10 ഗുണങ്ങളാണ് ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഇവിടൊക്കെ ഒന്നാമത് പുരുഷന്മാരെയും രണ്ടാമതായി സ്ത്രീകളെയും ആണ് പറഞ്ഞത്. എന്നിട്ട് ഒരുമിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമാ. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലവും ദോഷങ്ങൾ പൊറുക്കലിനെയും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഈ ആയത്തിൽ പറഞ്ഞ സിഫാത്തുകളെല്ലാം സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുമിച്ച് കൂടിയ, അത് സ്ത്രീകളിലുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനുണ്ടെങ്കിൽ പുരുഷനും അവര് ഈ വിഷയങ്ങളിലെല്ലാം സമമാണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. 59-ാമത്തെ ആയത്ത് ഹദീസ്. ഈ പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട റസീൻ എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 59-ാമത്തെ ആയത്ത് റവൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാനി അനിൽ ഹസനി. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ ഹസൻ എന്നവരിൽ നിന്ന് മുർസലായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദീർഘമായ ഒരു ഹദീസിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. നേരത്തെ ഹദീസ് വന്നിട്ടുണ്ട്. ദുന്യാവിനെ സ്നേഹിക്കൽ എല്ലാ ദോഷത്തിന്റെയും ആണ് തലയ എന്ന് പറഞ്ഞാൽ, ദുന്യാവിനെ അള്ളാഹുവിനേക്കാൾ, പ്രവാചകരെക്കാൾ, അള്ളാഹുവിന്റെ ദീനിനേക്കാൾ സ്നേഹിക്കുക എന്നത് എല്ലാവിധ ദോഷങ്ങളും വരാൻ കാരണമാകും എന്ന 60-ാമത്തെ ഹദീസ്. وعن جابر رضي الله عنه قال صلى الله عليه وسلم إن أخوف ما تخوف على أمتي الهوى وطول الأمل فأما الهوى فيصد عن الحق وأما طول الأمل فينسي الآخرة. ദീർഘമായ ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അതഖവ്വഫു, ഞാൻ പേടിക്കുന്നതിൽ നിന്ന് ഏറ്റവും പേടിക്കുന്നത് അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ മേലിൽ അൽ ഹവ. ഹവ എന്ന് പറഞ്ഞാൽ നഫ്സിനോടുള്ള ഇത്തിബാ. അതിനെ മനുഷ്യന്റെ ശരീരം എന്തൊക്കെ കൽപ്പിക്കുന്നുവോ ആ കൽപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുവാനുള്ളതായ ഒരു ആഗ്രഹം, അതനുസരിച്ച് പ്രവർത്തിക്കുക. മറ്റൊന്ന് തൂലുൽ അമലാണ്. തൂലുൽ അമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമലുകളെ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് പിന്തിച്ചു വെക്കലാണ്. ഇപ്പൊ ടൈം പോകാൻ കൊടുത്തിട്ടല്ലോ, ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി ഇനിയും സമയമുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് അതിനെ ഖളാ ആക്കി നഷ്ടപ്പെടുത്തുന്നു. തൂലുൽ അമൽ. ഹദീസിൽ തന്നെ വിവരിക്കുകയാണ് ഹവ കൊണ്ടുള്ളതായ തകരാറ്. ഹഖിനെ സ്വീകരിക്കുന്നതിനെ തൊട്ട് തടയും. എന്റെ ശരീരം പറയുന്നതിനോട് അനുകരിക്കുമ്പോൾ സത്യം സ്വീകരിക്കാൻ സാധിക്കില്ല. അത് ആഖിറത്തിനെ അത് മറപ്പിച്ചു കളയും. പങ്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു നിസ്കരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഇല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ആഖിറത്തിൽ വെച്ച് ശിക്ഷ കിട്ടും എന്ന ചിന്തക്ക് ആ സമയത്ത് വരാം. പക്ഷെ അത് പിന്നീട് പിന്തിച്ചു വെക്കുമ്പോ അത് മറപ്പിച്ചു കളയും. വാഹനം കയറിക്കൊണ്ട് ദുന്യാവ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് നമ്മളിലേക്ക് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ദുന്യാവ് നമ്മെ തൊട്ട് ദൂരത്തായിക്കൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യന്റെയും അവസ്ഥ ഇതാണ്. വലികുല്ലി വാഹിദിൻ മിൻകുമാ ബനൂന, ദുന്യാവിൽ നിന്നും ആഖിറത്തിൽ നിന്നുമുള്ള എല്ലാ ഓരോന്നിനുമുണ്ട് ബനൂന, സന്താനങ്ങൾ. അതുകൊണ്ട് ഫൈനിസ്തത്വഅ്തും അല്ലാ തകൂനൂ മിൻ ബനി ദുനിയാ, ദുന്യാവിന്റെ മക്കളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഫഇന്നകുമുൽ യൗമ ഫീ ദാരിൽ അമൽ, ഇന്ന് നിങ്ങളെ അമലിന്റെ വീട്ടിലാണ്. അമൽ ചെയ്യാൻ പറ്റുന്ന വീടാണ് ദുന്യാവെന്ന വീട്. വലാ ഹിസാബ, ഇവിടെ ഹിസാബില്ല. വഅൻതും ഗദൻ, നാളെ നിങ്ങൾ ഫീ ദാരിൽ ആഖിറ, ആഖിറം എന്ന വീട്ടിലായിരിക്കും. അവിടെ വലാ അമല, അവിടെ ചെന്നാൽ പിന്നെ അമൽ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു. റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ, ഈ ഹദീസ് ബൈഹഖിയുടെ ശുഅബുൽ ഈമാൻ എന്ന കിതാബിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അമലുകൾ ചെയ്തുകൊണ്ട് ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ദോഷങ്ങളും നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവർ, ബന്ധുക്കൾ, അവരുടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ 15ാമത്തെ ഭാഗം അടുത്തു തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.